ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ വീണ്ടും ഇത്തവണ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ CPMന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകൾ നാട്ടിലിറങ്ങി അക്രമം അഴിച്ചുവിടുമ്പോൾ അതിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി പ്രതികരിക്കുവാൻ കഴിയാതെ ഈ സാധാരണഗതിയിൽ അതിർത്തിയിലൊക്കെയുള്ള തീവ്രവാദികളെ കാണുമ്പോൾ നിയമപാലകർ വെടിവെച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിനകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ CPMന്റെ ഗുണ്ടകൾ തെരുവിൽ അക്രമം അഴിച്ചുവിടുമ്പോൾ അവർക്ക് എസ്കോർട്ട് പോകുന്ന പണിയാണ് കേരളത്തിനകത്തെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നിയമപാലകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി അക്രമം അഴിച്ചുവിട്ട് നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുവാൻ, ഭരണപരാജയത്തെ ഈ തരത്തിൽ മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഇങ്ങനെ വയലൻസിലൂടെ ഈ ചർച്ചയായിക്കോട്ടെ, കാരണം ഇത് CPMന്റെ കാലാകാലങ്ങളായി CPM അക്രമ രാഷ്ട്രീയം നടത്തുന്നു എന്നുള്ളൊരു ലെജിറ്റിമസി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സേഫർ സൈഡ് മറ്റ് പരാജയങ്ങൾ, സർക്കാരിൻ്റെ പരാജയങ്ങൾ, ഇപ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയം, വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയം, അവശ്യ സാധനങ്ങൾ ലഭിക്കാത്ത വിഷയം, മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്ന നിരന്തരമായ വീഴ്ചകളുടെ പേരിലുള്ള കൊലപാതകങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മറയ്ക്കുവാൻ വേണ്ടി ബോധപൂർവമായി അക്രമം അഴിച്ചുവിടുക എന്ന കൊട്ടേഷൻ പണിയെടുത്തിട്ടുള്ള ഹാബിച്വൽ ഒഫൻഡേഴ്സ്, ക്രിമിനൽസ്, അവർ കണ്ണൂരിൽ അക്രമം അഴിച്ചുവിടുന്നതിൻ്റെ വാർത്തകളും കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തളിപ്പറമ്പിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ഇർഷാദ് രാത്രിയാകുമ്പോൾ ഇർഷാദിൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയുമുള്ള സമയത്ത് ആ വീട് അടിച്ചു തകർക്കുകയാണ്. അയാളുടെ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം അടിച്ചു തകർക്കുകയാണ്. അവിടെ അക്രമം അഴിച്ചു വിടുകയാണ്. ഇന്നലെ CPMന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അയാളുടെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള എല്ലാവിധമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലായി അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി പാനൂര്, കല്യാശ്ശേരിയിൽ, പിലാത്തറയിൽ, കണ്ണൂരടക്കം അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഈ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അയാൾ ഇന്നലെ പ്രസംഗിച്ചത് എന്താ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അയാൾ ഇന്നലെ പ്രസംഗിക്കുകയാണ്, സനീഷിന്റെ വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുവന്ന് ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിച്ചാലും അത് ഞങ്ങൾ തകർക്കും. അപ്പോൾ സനീഷിന്റെ വീടിന്റെ മുന്നിലെ ഗാന്ധി സ്തൂപം തകർത്തത് തൊട്ടാണല്ലോ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഗാന്ധി സ്തൂപം തകർത്തത് ഞങ്ങളല്ല എന്ന് CPM ഒരു വശത്ത് ആ ഡിഫൻസ് കൊണ്ടുവരുന്ന സമയത്താണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും അവരുടെ കൊട്ടേഷൻ ഗ്യാങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അയാൾ വന്നിട്ട് പറയുകയാണ്, ഗാന്ധിയുടെ പ്രതിമ അടുക്കളയിൽ കൊണ്ടുവച്ചാലും ഞങ്ങൾ തകർക്കും. സംഘപരിവാറിന്റെ ശബ്ദമായിട്ട് CPM കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? നാണമില്ലേ? ഉളുപ്പുണ്ടോ ഇവർക്ക് ഇങ്ങനെ സംഘപരിവാറിന്റെ ഗാന്ധി വിരുദ്ധത ഇങ്ങനെ ഏറ്റെടുക്കാൻ? എന്നിട്ട് അയാൾ പറയുന്നത് എന്താ, മലപ്പട്ടത്ത് ഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ട് CPMന്റെ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളെല്ലാവരും പ്രസംഗം കേട്ടതല്ലേ? അതായത് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചാൽ തകരുന്നതാണ് CPMന്റെ രാഷ്ട്രീയമെന്ന് അവർ തന്നെ പറയുകയല്ലേ. അപ്പൊ ഗാന്ധി വിരുദ്ധരാണ് എന്ന് അവർ തന്നെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ നാടിന്റെ ക്രമസമാധാന നിലയെ ആകെ തകർത്ത് ഇപ്പൊ എന്താ കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ണൂരിൽ ഇന്നലെ അവിടുത്തെ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് പുഷ്പചക്രം സമർപ്പിക്കും എന്ന് പറഞ്ഞിട്ട്, റീത്ത് സമർപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഇതിനു മുൻപ് നമ്മളിത് എപ്പോഴാണ് കണ്ടത്? അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഷുക്കൂറിന്റെ ചിത്രം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഷുക്കൂറിന്റെ ചിത്രം പ്രചരിപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്ന ആ ചെറുപ്പക്കാരനെ കൊല്ലുന്നതാണ്. അപ്പൊ ബോധപൂർവമായി നാട്ടിലെ ഭരണവീഴ്ചയെ മറയ്ക്കുവാൻ വേണ്ടി ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ബോധപൂർവമായ ശ്രമമാണ് CPM ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ CPM നടത്തുന്ന ശ്രമങ്ങളെ ഒന്ന് പ്രതിരോധിക്കുവാൻ പോലും ശ്രമിക്കാതെ അതിന് വേണ്ടുന്ന പരിരക്ഷയും സെക്യൂരിറ്റി പണിയുമാണ് കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാ പറഞ്ഞ്? നമ്മുടെ കവചമുണ്ടല്ലോ, കവചമുണ്ടല്ലോ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ വിദ്വാൻ 40 മിനിറ്റാണ് പ്രസംഗിച്ചത്. മറുപടി ഇല്ലെങ്കിൽ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞാൽ പോരെ, ഞാൻ അയാൾക്ക് മറുപടി പറയുന്നില്ല. പിന്നെ അയാളുടെ പ്രസംഗത്തിന്റെ കുഴപ്പം എന്താ? അയാളെ പ്രസംഗത്തിൽ തന്നെ പറയുന്നത് എന്താ, ഞങ്ങൾ പുലിയെ കീഴടക്കി
ഞങ്ങൾ സിംഹത്തെ കീഴടക്കി, ഞങ്ങൾ തിമിംഗലത്തെ കീഴടക്കി, പക്ഷേ മൂട്ട മാത്രമാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത്. അവരെ ശല്യപ്പെടുത്തുന്നത് ഒരു മൂട്ട വിചാരിച്ചാൽ പോലും ശല്യപ്പെടുന്ന ഒരു പ്രസ്ഥാനമേ ഉള്ളൂ കേരളത്തിൽ. CPM എന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം കവിത ഉദ്ധരിച്ച് പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ശ്രീ K. സുധാകരനെ പുച്ഛിക്കുന്നുണ്ട്. ഈ പറയുന്ന മാന്യ വിദ്വാൻ ഇപ്പോൾ ഇവരെന്തെങ്കിലും കേരളത്തിൽ കുഴപ്പങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ഭാഷ കടമെടുത്താൽ ഈ മാന്യ വിദ്വാന്റെ പ്രത്യേകത എന്താ? ആ ശ്രീ K. സുധാകരനോട് ദയനീയമായി കണ്ണൂരിൽ പരാജയപ്പെട്ട ആളല്ലേ ഈ പറയുന്ന കവച കുണ്ടലം. അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നിട്ട് പിന്നെ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? അദ്ദേഹം പറയുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ട് അധികാരത്തിലേക്ക് എത്തിയാൽ. ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ പൊന്നു ചങ്ങാതി, 3 കൊല്ലക്കാലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ ഓഫീസിലിരുന്ന് ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളല്ലേ? ആ കാലഘട്ടത്തിലല്ലേ 1.5 വർഷക്കാലമായിട്ട് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ഇത്രയും കൺവിൻസിംഗ് ആയിട്ടുള്ളതാണ് എങ്കിൽ ആ പോലീസിനോടൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ സർക്കാർ തന്നെ പരാജയപ്പെട്ട ഒരു വിഷയത്തിനകത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊതുയോഗം നടത്തുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. മറുപടി ഇല്ല എങ്കിൽ മലപ്പട്ടത്ത് മാറ്റങ്ങൾ ഉണ്ടാവുക. എന്താ മലപ്പട്ടത്തിന്റെ പ്രത്യേകത? പാർട്ടി ഗ്രാമങ്ങളെ പറ്റി ഇന്നലെ ഊക്കം കൊള്ളുന്നത് കണ്ടല്ലോ. എങ്ങനെയാണ് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത്? എന്താ പാർട്ടി ഗ്രാമങ്ങളുടെ പ്രത്യേകത? അവിടുത്തെ സാധാരണ മനുഷ്യന്മാരുടെ, ഞാൻ ആ പദയാത്രയുമായി കടന്നു വരുമ്പോൾ ആ വഴിയിൽ അത്രയും മനുഷ്യന്മാരുമായി സംബന്ധിച്ചിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. ആ ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾ, അവർ ഈ പാർട്ടിയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെന്നേ. നമ്മളിപ്പോ വേറൊരു പ്രദേശത്തിരുന്നിട്ട് സംസാരിക്കുന്ന പോലെയല്ല പാർട്ടി ഗ്രാമങ്ങളുടെ അവസ്ഥ. ഭീകരമാണ്. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ താലിബാൻ സ്റ്റേറ്റ് പോലെയാണ് ഇവരുണ്ടാക്കുന്നത്. താലിബാന്റെ പ്രത്യേകത എന്താ? സ്വാതന്ത്ര്യം നിഷേധിക്കുക. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെ കഴിയുന്ന ആളുകൾക്ക് മറ്റൊരു രാഷ്ട്രീയ ചോയ്സ് ഉണ്ടോ? അവിടെ മത്സരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ഇതുവരെ CPM? ആദ്യമായി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ എന്തുണ്ടായത്? പ്രതിപക്ഷ മെമ്പർമാരുണ്ടായില്ലേ? സ്ത്രീകളുടെ വോട്ട് പുരുഷന്മാർ ചെയ്യുന്ന സ്ഥലമല്ലേ മലപ്പട്ടം? ആ രീതിയിൽ ബൂത്ത് പിടുത്തം നടത്തുന്നതിന്റെ പരാതികളും വാർത്തകളും വരുന്ന സ്ഥലമല്ലേ? ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായി അക്രമമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഒരു സ്ഥലം നമുക്ക് സ്വാധീനമുള്ള സ്ഥലമാണെന്ന് പറയുന്നത് എങ്ങനെയാ? ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അക്രമം അഴിച്ചുവിടാതെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വന്നു നിന്നിട്ട് പറയട്ടെ, ഈ ഹുങ്ക് പറയട്ടെ, ഇത് ഞങ്ങളുടെ പ്രദേശമാണെന്ന് പറയട്ടെ. അങ്ങനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ CPM അവിടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയായി മാറും. ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അഹങ്കാരമൊന്നും അധികം വേണ്ട. CPMന്റെ ജില്ലാ സെക്രട്ടറിയോട് പറയുന്നത് അങ്ങനെ പാർട്ടി ഗ്രാമം എന്നുള്ള അഹങ്കാരമൊന്നും അധികം പറയണ്ട. ഇതിനേക്കാൾ അഹങ്കരിച്ച മണ്ണുണ്ട് ബംഗാളിൽ. മറ്റൊരു പാർട്ടി സൂര്യൻ ഉദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിമൻ ബോസ് പറഞ്ഞിരുന്ന സ്ഥലമാണ് ബംഗാള്. എന്താ ഇപ്പൊ അവസ്ഥ? സൂര്യൻ ഉദിക്കണമെങ്കിൽ, സൂര്യന്റെ വെളിച്ചം കയറണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ ആ പാർട്ടിപ്പെട്ട ഒരുത്തിന് കഴിയുന്നുണ്ടാ? ജനങ്ങൾ കൈവെക്കും. അതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഇവർ പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാകും. ഇവരുടെ ദേഹത്ത് ആദ്യമായി കൈവെക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും. രാഷ്ട്രീയ കോൺഗ്രസ് ആയതുകൊണ്ടോ മറ്റേതെങ്കിലും പാർട്ടി ആയതുകൊണ്ടോ അല്ല, കോൺഗ്രസ് ആയതുകൊണ്ടോ ലീഗ് ആയതുകൊണ്ടല്ല ജനങ്ങൾ കൈവെക്കാൻ പോകുന്നത്. ജനങ്ങൾ കൈവെക്കാൻ പോകുന്നത് അവരുടെ ഒരു CPM വിരുദ്ധതയുടെ പേരിൽ ബംഗാളിൽ എങ്ങനെയാണോ ഓടി നടന്ന് പകൽ വെളിച്ചത്തിൽ ഇവന്മാർ ജനങ്ങളുടെ തല്ലുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നത്, ആ അവസ്ഥ ഒരു 8 മാസം കൂടെ കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പൊ ഭരണത്തിന്റെ പേരുള്ള തോന്നിയാസല്ലേ ഇപ്പൊ കാണിക്കുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞത്? അയാളൊരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാകണ്ടേ? അയാൾ ഇന്നലെ എന്നെ പക്വത പഠിപ്പിച്ചല്ലോ. നിങ്ങളെല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പലകുറി എഴുന്നേറ്റ് നിന്നിട്ട് എന്താ പ്രസംഗിച്ചത്? ഞാൻ പലകുറി പറഞ്ഞത് എന്താ? നിങ്ങൾ വിഷ്വൽ ബൈറ്റുകൾ എടുത്ത് നോക്കൂ. ഞാൻ പലകുറി പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് CPM ബോധപൂർവമായി ഇവിടെ പ്രസംഗം ഉണ്ടാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് CPM അക്രമം അഴിച്ചുവിടുകയാണ്. ആ അക്രമം അഴിച്ചുവിടുന്നതിൽ നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല. നമ്മൾ പിന്മാറണം. ഞങ്ങളെ കയറി അടിക്കുന്നതിന് ഞാൻ എങ്ങനെയാണോ പറയുക? ഞാൻ എന്താ പറയുന്നത്? CPM ഉണ്ടാക്കുന്ന പ്രകോപനത്തിൽ നിങ്ങൾ വീണു പോകരുത്. പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, നിങ്ങൾ തിരിച്ചു വരൂ. എത്ര തവണ ഞാൻ പറഞ്ഞു? എന്നിട്ട് എന്നെ പക്വത പഠിപ്പിച്ച ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി അയാൾ എന്താ ഇന്നലെ പറഞ്ഞത്? പുഷ്പചക്രം വെക്കുമെന്ന്. എന്നിട്ട് ഞങ്ങളുടെ ക്ഷമയിലാണ് നിങ്ങൾ സംഘടനാ പ്രവർത്തനം. ഇവന്മാരുടെ വിചാരം എന്താ? CPMകാരുടെ ഔദാര്യത്തിലാണോ ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? ആരെയും മിരട്ടുന്നത്? CPMന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്നായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിന്റെ വർത്താനാണോ പുഷ്പചക്രം വെക്കുമെന്ന് പറയുന്നത്? എന്നിട്ട്
യുവജനക്ഷേമ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ, യുവജനക്ഷേമ ബോർഡിന്റെ കോർഡിനേറ്റർ കൂടിയായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി, അയാളുടെ പോസ്റ്റ് എന്താ? പുഷ്പചക്രം സംസ്കരീകരിച്ച പദമാണ്. റീത്താണ് യഥാർത്ഥ വാക്ക്. റീത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസംബ്ലി പ്രസിഡന്റ് പടം വെച്ചിരിക്കുക. അയാളാണോ യുവജനക്ഷേമം നടത്തുന്നത്? ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കലാണോ യുവജനക്ഷേമം? അപ്പൊ അതുകൊണ്ട് അങ്ങനെ റീത്തെന്നും അല്ലെങ്കിൽ പുഷ്പചക്രം എന്നൊന്നും പറഞ്ഞിട്ട് മിരട്ടാൻ കെ രാഗേഷ് അടക്കമുള്ള ആരും വരണ്ട. ഞങ്ങൾ ആരും നിങ്ങളുടെ ആരുടെ ഔദാര്യത്തിലല്ല ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഔദാര്യമുണ്ട്, ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്.